പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രവാസികളെ അമ്പരപ്പിച്ച് UAE ലോകത്തെ ആദ്യത്തെ ഒഴുകുന്ന നഗരം തുടങ്ങാൻ പോവുകയാണ്. ലോകത്തിലെ ആദ്യ ഒഴുകുന്ന നഗരം 10 വർഷത്തിനകം യാഥാർത്ഥ്യമാകുമെന്നാണ് അബുദാബിയിൽ നടന്നു വരുന്ന വേൾഡ് അർബൻ ഫോറം വ്യക്തമാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാന മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനും തീരപ്രദേശങ്ങളിലെ ജനബാഹുല്യം കുറയ്ക്കാനും ഇത് സഹായിക്കുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. സന്നദ്ധ സംഘടനയായ ഓഷ്യാനിക്സ് ആണ് ഇത് സംബന്ധിച്ച ആശയത്തിന് രൂപരേഖ ഒരുക്കിയത് തന്നെ. കരയിൽ നിന്നും 1 കിലോമീറ്റർ അകലെ ആഴമില്ലാത്ത സ്ഥലത്തായിരിക്കും ഒഴുകുന്ന നഗരം സജ്ജമാക്കുക. കെട്ടിടങ്ങൾ നിർമ്മിക്കാനും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും ഊർജോൽപാദനത്തിനുമെല്ലാം സാധിക്കും വിധമാണ് ഒഴുകുന്ന നഗരത്തിന്റെ രൂപകൽപ്പന മുന്നിട്ട് വച്ചിരിക്കുന്നത്. സൗരോർജം, കാറ്റ്, തിരമാല എന്നിവയിൽ നിന്നായിരിക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. മഴവെള്ളം സംഭരിച്ച് ശുദ്ധജലം ഉറപ്പുവരുത്തുമെന്ന് ഓഷ്യാനിക്സ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മാർക്ക് കലിൻഷ്യൻ പറയുകയുണ്ടായി. അങ്ങനെ അബുദാബി UAEയുടെ ചരിത്രം മാറ്റിക്കുറിക്കുകയാണ്. എന്നാൽ ഈയിടെയായി കണ്ടുപിടിക്കപ്പെട്ട പല കണ്ടുപിടുത്തങ്ങൾ ദുബായിയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചു. 37 വർഷത്തിന് ശേഷമായിരുന്നു ഷാർജയിൽ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയത്. മഹാനീയവാൻ പര്യവേക്ഷണ കിണർ 14,597 അടി ആഴത്തിൽ കുഴിച്ചെത്തിയപ്പോഴാണ് പ്രകൃതിവാതകത്തിന്റെ വൻ ശേഖരം തന്നെ കണ്ടെത്തിക്കൊണ്ട് ചരിത്രത്തിൽ ഇടം നേടിയത്. ഇവിടെ പ്രതിദിനം 500 ലക്ഷം ഖനയടി വാതകം ഉൽപ്പാദിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ. ഷാർജ നാഷണൽ ഓയിൽ കോർപ്പറേഷനും ഇറ്റാലിയൻ പങ്കാളിയായ ENIയും ചേർന്നാണ് പുതിയ പ്രകൃതിവാതക കേന്ദ്രം കണ്ടെത്തിയ വിവരം പുറത്തുവിട്ടത് തന്നെ. എന്നാൽ അതോടൊപ്പം തന്നെ അബുദാബിക്കും ദുബായ്ക്കും ഇടയിൽ വൻ പ്രകൃതിവാതക ശേഖരം ഇതോടുകൂടി കണ്ടെത്തിയിരുന്നു. 80 ട്രില്യൺ ക്യൂബിക് അടി ശേഖരമാണ് കണ്ടെത്തിയത്. UAE വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിക്കുകയുണ്ടായി. സ്വീഹ് അൽ സിദ്റയ്ക്കും ജബൽ അലിക്കും ഇടയിലാണ് വാതക സാന്നിധ്യം. 5000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് വാതകപ്പാടം. ദുബായ് സപ്ലൈ അതോറിറ്റിയുമായി സഹകരിച്ച് അഡ്നോക് ഇവിടെ പര്യവേക്ഷണം നടത്തും. ഇതിനായി ജബൽ അലി പ്രോജക്ട് ഗ്യാസ് റിസർവെയർ എന്ന പദ്ധതി കരാറിൽ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമും UAE ഉപസർവ സൈന്യാധിപൻ കിരീടാവകാശിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും പങ്കെടുക്കുകയുണ്ടായി. അധികം ആഴത്തിലല്ലാതെയാണ് പുതിയ വാതക ശേഖരം കണ്ടെത്തിയിട്ടുള്ളതെങ്കിലും പര്യവേഷണത്തിന് ആധുനിക സാങ്കേതിക വിദ്യ ആവശ്യമാണ്. ഇത്തരത്തിൽ 37 വർഷങ്ങൾക്ക് ശേഷം തുടരെയാണ് 2 പ്രകൃതിവാതക ശേഖരം UAE കണ്ടെത്തിയത്. ഒന്ന് അബുദാബിക്കും ദുബായ്ക്കും ഇടയിലും മറ്റൊന്ന് ഷാർജയിലുമാണ്. ഇത്തരത്തിൽ ചരിത്രപരമായ മുന്നേറ്റമാണ് UAE കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.